ഹലോ, നമസ്കാരം. ഇത് തിരുവല്ല മീഡിയ അല്ലേ? നമസ്കാരം. അതെ അതെ ആണല്ലോ. തിരുവല്ല മീഡിയ ആണ്. ഹലോ. ഞാൻ നിങ്ങളൊരു പ്രേക്ഷകനാണ്. ഇന്നലത്തെ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, പറയൂ. എന്താ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അഭിനന്ദിക്കുന്നു നിങ്ങളുടെ വാർത്തകൾ. ഓക്കെ, ഏത് വാർത്തയായിരുന്നു? വാർത്തയാണ്. ഏത് വാർത്തയായിരുന്നു? ഞങ്ങൾ 3-4 വാർത്തകൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാർ വന്ന ഒരു വാർത്തയുണ്ടല്ലോ. KSRTC സന്ദർശിച്ചതാണോ ഗണേഷ് കുമാർ? അതെ അതെ അതെ. ഓക്കെ ഓക്കെ, പറയൂ. എന്താ വാർത്തയെ പറ്റി അഭിപ്രായം? വാർത്തയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. ഇതുപോലുള്ള വാർത്തകൾ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ MLA. ഓക്കെ, MLAയുടെ പ്രവർത്തനത്തെ അഭിനന്ദിക്കായിരിക്കും അല്ലേ? വളരെയധികം അഭിനന്ദിക്കുന്നു. ഇതുപോലത്തെ ഒരു MLA കേരളത്തില് നമുക്ക് കാണാൻ കിട്ടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു MLA എന്ന് പറയുന്നത്. അതെ. എന്റെ വീടെന്ന് പറയുന്നത് തിരുവല്ല മണ്ഡലത്തില് പടിഞ്ഞാറേ അറ്റത്താണ്. ആലപ്പുഴ പത്തനംതിട്ട ജില്ലയെ അതിരി പ്രദേശമാണ്. ഞാൻ ഏകദേശം ഒരു 35 വർഷമായിട്ട് ഞാൻ എന്റെ വീടിന്റെ അവിടെ താമസിക്കുന്നു. 35 വർഷമായിട്ട്. അപ്പൊ ഈ 35 വർഷം മുമ്പ് എന്റെ വീടിന്റെ മുമ്പിൽ കൂടെ പോകുന്ന റോഡ് എന്ന് പറയുന്നത് അന്നൊന്നും ഇത്രയധികം വാഹനങ്ങളൊന്നുമില്ല. നല്ല ഗ്രാവലൊക്കെ ഇട്ട് നല്ലൊരു, എനിക്കൊന്നൊരു 4 മീറ്റർ വീതിയുള്ള റോഡായിരുന്നു. അപ്പൊ ഇന്ന് വാഹനങ്ങളൊക്കെ എല്ലാ വീടുകളിലുമായി എന്താ പറയുന്നത്, നമ്മുടെ റോഡ് നശിച്ച് നാരായണക്കല്ലായി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 വർഷം മുമ്പുള്ള റോഡിനേക്കാൾ മോശം അവസ്ഥയിലാണ്. അത് ശരിക്കും നിങ്ങൾ MLA അഭിനന്ദിക്കാനല്ലേ വിളിച്ചത്? തീർച്ചയായിട്ടും. അല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേരെ അക്കരെയുള്ള റോഡ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ റോഡാണ്. അതായത് നമ്മുടെ റോഡിനേക്കാൾ ഒരു നടന്നു പോകാനുള്ള ഒരു ബണ്ടായിരുന്ന സ്ഥലം ഇന്ന് അതുവഴി വലിയ വലിയ ടിപ്പറുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഓടുന്നു. തോമസ് എന്ന് പറയുന്ന MLA ആ പ്രദേശത്തുള്ളത്. കുട്ടനാട് MLA. ഞങ്ങൾ നിവേദനം വരെ പുള്ളിക്ക് സമർപ്പിച്ചായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയുന്നത്, ഇത്ര കഴിവുറ്റ ഒരു MLA നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, നമ്മുടെ റോഡ് സന്ദർശിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹൈടെക് റോഡാക്കി തരുമെന്നൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെങ്കിൽ ഈ MLA ബിസി കാരണം ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ള MLAക്ക് നിവേദനമൊക്കെ കൊടുത്തതാണ്. അപ്പം നമുക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. 20 വർഷം. അതായത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, തിരുവല്ല MLA കൊണ്ട് പ്രയോജനമില്ലെന്ന് തോന്നിയിട്ട് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലെ MLAക്ക് നിവേദനം കൊടുത്തല്ലേ? നിവേദനം കൊടുത്തു. അതൊരു ഭയങ്കര ഗതികേടാണല്ലോ. ഗതികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് നിങ്ങൾ വാർത്ത ചെയ്തിട്ടുണ്ട് നമ്മുടെ റോഡിന്റെ അവസ്ഥയെ പറ്റിയേ. ഓക്കെ. നിങ്ങളുടെ ആ റോഡിന്റെ പേരെങ്ങനെയാ, സ്ഥലം എങ്ങനെയാ? തോട്ടടി റോഡാണ്. തോട്ടടി. അത് നമ്മള് അവിടുന്ന് തന്നെ നമ്മുടെ നാട്ടുകാർ നേരത്തെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആ ന്യൂസ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. അതെ, അത് നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ 1 വർഷത്തിൽ കൂടുതലായി, എന്നിട്ട് മാറ്റമൊന്നുമില്ല അല്ലേ? ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ഞങ്ങളുടെ എന്താ പറയുക, അടുത്ത ഒരു റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ മൺസൂൺ തുടങ്ങുകയാണല്ലോ. ആ സമയത്ത് ഒന്ന് നിങ്ങൾ വരുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ആ സെയിം അവസ്ഥ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. 20 വർഷം തിരുവല്ല പ്രതിനിധീകരിക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. ഈ തിരുവല്ല മണ്ഡലത്തിൽ കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട റോഡുകൾ എന്ന് പറയുന്നത് ഈ തിരുവല്ല മണ്ഡലത്തിലാണ്. അദ്ദേഹം ഈ ടൗൺ വിട്ടിട്ട് ചെറിയ പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് ആ റോഡിന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളിലെ MLAമാരല്ലെ മന്ത്രിമാരെങ്ങനെ അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിന് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയോടോ വല്ലോ ഇദ്ദേഹത്തിന് ഒരു ഹെലികോപ്റ്റർ വല്ലോ അനുവദിച്ചു കൊടുക്കാൻ പറയണം. കാരണം ഈ റോഡിന്റെ അവസ്ഥ കാണല്ലോ. കാരണം പുള്ളി റോഡിൽ കൂടെ പോയി റോഡിന്റെ അവസ്ഥ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞത് അതായത് ഇദ്ദേഹം മറ്റുള്ള മണ്ഡലങ്ങളിൽ പോയിട്ട് അവിടുത്തെ MLAമാർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നുള്ള ഇദ്ദേഹം കണ്ടു പഠിക്കണം. ഇല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കഴിവില്ലെങ്കിൽ ഇദ്ദേഹം 1-2 ടേം നിന്നിട്ട് ഇദ്ദേഹം മാറിക്കൊടുക്കണം. അടുത്തൊരു ജനറേഷന് കഴിവുള്ള ആൾക്കാർക്ക്. എത്രയോ നല്ല ആൾക്കാർ തിരുവല്ലയിലുണ്ട്. തിരുവല്ലയിൽ എത്രയോ നല്ല കഴിവുറ്റ ആൾക്കാർ എത്രയോ പേരുണ്ട്. ഇദ്ദേഹം മാറിക്കൊടുക്കുക. ഇത് നമ്മുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം മരിക്കുന്ന വരെ ആ ഒരു മണ്ഡലത്തിൽ നിൽക്കും എന്നുള്ളതാണ്. ഈ പ്രാവശ്യം കരുതി കൂട്ടി തന്നെ മാക്സിമം ഇദ്ദേഹത്തിനെതിരായി. ഇവിടെ മറ്റൊരു അഭിപ്രായം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് തിരുവല്ലയിൽ ഒരു MLA ഉണ്ടായിരുന്നു, മാമൻ മത്തായി എന്ന് പറഞ്ഞ്. അദ്ദേഹം മരണത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ആ രംഗത്തോട് തന്നെ വിട പറയുന്നത്. പക്ഷെ ഒരു മനുഷ്യൻ പോലും അദ്ദേഹത്തെ ഇന്നും കുറ്റം പറയുന്നത് കേൾക്കുന്നില്ല. അദ്ദേഹം ഉണ്ടായിരുന്ന ഇന്ന് തിരുവല്ല എന്ന് പറയുന്നത് എനിക്കൊന്ന് കൊച്ചിയേക്കാൾ ടോപ്പ് ലെവലിൽ വന്നേനെ. നമ്മുടെ ഈ തിരുവല്ല മണ്ഡലത്തിലുള്ള ആൾക്കാരുടെ ഒരു ശാപമാണ് ഈ മാത്യു ടി തോമസ് MLA എന്ന് പറയുന്ന മനുഷ്യൻ. ഒരു 20 വർഷം പുറകിലാണ്, മറ്റുള്ള മണ്ഡലങ്ങളെക്കാളും 20 വർഷം പുറകിലാണ് നമ്മുടെ ഈ തിരുവല്ല മണ്ഡലം. ഏറ്റവും സമ്പന്നര് താമസിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തിരുവല്ല.
ഓക്കെ, ഞാനൊരു മറ്റൊരു കാര്യം കൂടെ ചോദിക്കുവാണ്. കാരണം എന്തായാലും നിങ്ങൾ ഈ സംസാരിക്കുന്ന കേട്ടപ്പോൾ എനിക്കിത് ചാനലിൽ കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിനു മുമ്പ് തന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, താങ്കളൊരു കോൺഗ്രസ് അനുഭാവിയാണോ? ഞാൻ ഒരിക്കലും ഒരു കോൺഗ്രസ് അനുഭാവിയല്ല. ഞാൻ ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിച്ച് ജോലി സംബന്ധമായിട്ട് ഞാൻ വിദേശത്ത് പോരുന്നതാണ്. ഞാൻ ഇപ്പോഴും അനുഭാവിയാണ്. ഇടതുപക്ഷ അനുഭാവിയാണ് അല്ലേ? ഓക്കെ, അതെ അതെ ഞാന് അതെ അതെ അതെ. അപ്പം ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ളവർക്ക് പോലും ഈ MLA ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ? അതായത് നമ്മുടെ അവിടെ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഈ 100 പേരിൽ 90 പേരും അതായത് ഇദ്ദേഹത്തിനെതിരായിട്ട്, അതായത് പാർട്ടിയിൽ തന്നെയുള്ള 90% പേരും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനോട് വിജയിപ്പാണ്. ഓക്കെ, എന്നിട്ടും ന്യായമായിട്ടൊരു സംശയം ചോദിക്കുവാണ്. ഇദ്ദേഹം ഇപ്പം ഏതാണ്ട് 20 വർഷമാകാൻ പോകുന്നു MLA ആയിട്ട്, 4 ടൈം. എന്തുകൊണ്ട് മാത്യു ടി തന്നെ വീണ്ടും വീണ്ടും വിജയിക്കുന്നു? മെയിനായിട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പിസമാണ്. അതായത് ഇടതുപക്ഷത്തിന്, എന്റെ ഒരു അറിവ് അനുസരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇദ്ദേഹത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാര്യം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട്. ഇതായത് ഇടതുപക്ഷത്തിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഇദ്ദേഹം ഈ ജയിച്ചു വരുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അടുത്ത ടൈമിലെങ്കിലും മാത്യു ടി തോമസ് മാറി തിരുവല്ലയെ സ്നേഹിക്കുന്ന, തിരുവല്ലയിൽ വികസനം വരുന്ന ഒരാൾ ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് പ്രത്യേകിച്ച് രാഷ്ട്രീയ വിരോധം കൊണ്ടൊന്നുമല്ല. കാരണം ഞാൻ നിങ്ങളുടെ മീഡിയയോട് പറഞ്ഞാൽ മറ്റുള്ള മണ്ഡലങ്ങളിൽ, കേരളത്തിൽ എത്ര മണ്ഡലങ്ങളുണ്ട്, ആ മണ്ഡലങ്ങളിൽ 20 വർഷം പുറകിലാണ് തിരുവല്ല എന്ന് പറയുന്നത്. ഇദ്ദേഹം പോകുന്ന പരിപാടികൾ, ഇദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറയുന്നത് സമ്പന്നരായിട്ടുള്ളവരുടെ പരിപാടികൾ മാത്രമേ ഇദ്ദേഹം പങ്കെടുക്കാറുള്ളൂ. പാവപ്പെട്ടവന്റെ ഒരു പരിപാടിക്ക് ഇദ്ദേഹത്തെ കാണാറില്ല. ഇദ്ദേഹം വരുന്ന പറഞ്ഞാൽ ഇലക്ഷന്റെ സമയത്തൊന്ന് വരും, കറങ്ങി തിരിഞ്ഞു പോകും. ഇതാണ് ഇദ്ദേഹം ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതിനകത്ത് രാഷ്ട്രീയം നോക്കത്തില്ല. കഴിവുള്ള ആൾക്കാർ വരണം, തിരുവല്ലയെ പ്രതിനിധീകരിക്കണം, മണ്ഡലം പുരോഗമിക്കണം. ഇതെല്ലാമാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന, ഞങ്ങളുടെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ വീണ്ടും ഉണ്ട് ഈ പത്തനംതിട്ട ജില്ലയിൽ താമസിക്കുന്നത്. ഇവരാരും കാട്ടിലോ അല്ല വെള്ളത്തിലോ താമസിക്കുന്ന ആൾക്കാരല്ല. ജനങ്ങൾക്ക് അതായത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിവില്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറിക്കൊടുക്കണം. മനസ്സിലായോ? അതാണ് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജനങ്ങളെ സേവിക്കാനായിട്ട് ഇറങ്ങണം. അല്ലെങ്കിൽ അതിന് കഴിവില്ല, മാറിക്കൊടുക്കുക. അത്രയേ ഉള്ളൂ എനിക്കിപ്പം പറയാനുള്ളത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. എന്തായാലും ഈ വോയിസ് ഞാൻ നിങ്ങളുടെ അനുഭവത്തോടു കൂടിയിട്ടാണ് ഈ വോയിസ് ഞാൻ എന്നൊരു വാർത്തയായിട്ട് കൊടുക്കും, ഒരു പ്രേക്ഷകന്റെ പ്രതികരണം എന്നുള്ള നിലയിൽ ഇതൊരു ന്യൂസായിട്ട് ഞാൻ കൊടുക്കും. അതിന് വിരോധമൊന്നും ഇല്ലല്ലോ അല്ലെ? തീർച്ചയായിട്ടും ധൈര്യമായിട്ട് കൊടുത്തു. അതായത് മറ്റുള്ളവരിൽ എത്തിക്കാൻ, മറ്റുള്ളവരുടെ പ്രതികരണങ്ങളും നിങ്ങൾ കേൾക്കുക. അതായത് ഇദ്ദേഹത്തിന് ഇത്രയും വരെ നമ്മൾ ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. അതായത് ഇനിയൊരു രാഷ്ട്രീയം നമ്മൾ നോക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇനി ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് പ്രവർത്തിക്കും. അതിനകത്ത് യാതൊരു ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെങ്കിൽ നമ്മുടെ നാട് വളരണം, നമ്മുടെ മണ്ഡലം പുരോഗമിക്കണം. മറ്റുള്ള മണ്ഡലങ്ങളുടെ കൂട്ട് തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങളൊരു മീഡിയ ചെയ്യുന്ന ആളാണ്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കോട്ടയം അല്ലെങ്കിൽ പാല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡുകൾ അതെ, അപ്പം ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമായിട്ടുള്ള റോഡ് തിരുവല്ല ടൗൺ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമുണ്ട്. അതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മറ്റുള്ള മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ, അതായത് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ നിങ്ങൾ ചെല്ലണം. അതായത് ഒരു റോഡ് സഞ്ചരിക്കാൻ യോഗ്യമായിട്ടുള്ള റോഡ് ഈ തിരുവല്ല മണ്ഡലത്തിൽ മാത്യു ടി തോമസിന്റെ കീഴിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ മീഡിയക്കാരാണല്ലോ, നിങ്ങൾ ജസ്റ്റ് എല്ലാ മണ്ഡലങ്ങളും ഒന്ന് കവർ ചെയ്ത് നോക്ക്. എല്ലാ പഞ്ചായത്തും അല്ലെ ഗ്രാമപ്രദേശം നിങ്ങളൊന്ന് കവർ ചെയ്ത് നോക്കി ഇദ്ദേഹത്തിന്റെ അണ്ടറിലുള്ള മണ്ഡലത്തില്. അപ്പോൾ നിങ്ങൾക്കറിയാം. ഓക്കെ, തീർച്ചയായിട്ടും നമ്മളിതൊരു പ്രതികരണം നൽകുന്നതായിരിക്കും. തുടർന്നും എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ. ഇങ്ങനെയുള്ള വാർത്തകൾ തീർച്ചയായിട്ടും ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു. ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ.